മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്, മൗനം സമ്മതം. ചില ആൾക്കാർ ചിലതൊക്കെ വിളിച്ചു പറയുമ്പോൾ, നിങ്ങളെ പരിഹസിക്കുമ്പോൾ, ഇല്ലാ വചനങ്ങൾ പറയുമ്പോൾ മിണ്ടാതിരിക്കുന്നത് അത് സത്യമായതുകൊണ്ടല്ല. മൗനം സമ്മതമാണെന്നാണ് ലോകം പറയുന്നത്, പക്ഷേ ബൈബിൾ അങ്ങനല്ല പറയുന്നത്. മൗനം സമ്മതമാണെന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ബൈബിൾ വിശ്വസിക്കുന്ന ദൈവവചനം കൊണ്ട് നടക്കുന്നതിനോട് ദൈവം പറഞ്ഞിരിക്കുന്നത്, നീ മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളാനാണ്. എല്ലായിടത്തും പോയി വാ തുറക്കാനല്ല, എല്ലാവരും പറയുന്ന എല്ലാ കാര്യത്തിനും അഭിപ്രായം പറയാൻ പാനല്ല. നീ മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുക. 30 വർഷത്തോളം നീ തച്ചന്റെ മകനല്ലയോ, നിന്റെ അപ്പൻ യോസഫ് അല്ലയോ, നിന്റെ അമ്മ മറിയമല്ലയോ, നീ ആ സഹോദരങ്ങളുടെ കൂടെ ഉള്ളവനല്ലയോ, നീ ആ നസ്രയത്തുകാരനല്ലയോ, നീ ആരാണ് എന്നുള്ള ചോദ്യം കർത്താവ് കേട്ടു. 30 കൊല്ലം യേശു മൗനമായിരുന്നത് മൗനം സമ്മതമായതുകൊണ്ടല്ല, തച്ചന്റെ മകനായതുകൊണ്ടല്ല, നസ്രയത്തുകാരനായതുകൊണ്ടുമല്ല. മാനുഷികമായ ഒരു മനുഷ്യനായി, കേവലം ഒരു ലോക മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചു എന്ന് വ്യഭിചാരപുത്രനെന്നും ഭൂതമുള്ളവനെന്നും ഒക്കെ അവർ വിശേഷിപ്പിക്കുമ്പോൾ അതായതുകൊണ്ടുമല്ല. യേശുവിനറിയാം, ഞാൻ വായടച്ചിരുന്നാലേ എന്റെ ദൈവം എനിക്ക് വേണ്ടി വാ തുറക്കുള്ളൂ. ഞാൻ മൗനമായിരുന്നാലേ എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുള്ളൂ. ഞാൻ പറഞ്ഞാൽ അതിന് പരിധികളുണ്ട്, ഞാൻ പറഞ്ഞാൽ അതിന് പരിമിതികളുണ്ട്. പക്ഷെ സ്വർഗം തുറന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞാൽ അത് നിന്റെ കർണപുടങ്ങളെ തുളച്ചു കയറും, ഞെട്ടലുണ്ടാക്കും, ഞെട്ടൽ. സ്തോത്രം. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, പ്രതിസന്ധിയുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ വാ തുറന്ന് പിറുപിറുക്കാതെ, വിളിച്ച ദൈവത്തെ ചോദ്യം ചെയ്യാതെ, വിമർശിക്കാതെ, മിണ്ടാതിരിപ്പി. നിങ്ങൾ എന്റെ സാന്നിധ്യത്തിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു തന്നാൽ, നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ ഞാൻ ആരെന്ന് നിങ്ങൾ അറിയും. ഇത് തന്നെയാണ് ലാസറിന്റെ ഭവനത്തിൽ യേശു പറഞ്ഞത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആ വാക്കിന്റെ അർത്ഥം എന്നാ? മാർത്തേ, മറിയേ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ കരയാതിരിക്കുക, നിങ്ങൾ തകർന്നു പോകാതിരിക്കുക, നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിച്ചാൽ നിന്റെ വീട്ടിൽ വന്നിരിക്കുന്നവൻ ആരാന്ന് നീ അറിയും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഞാൻ ദൈവസന്നിധിയിൽ, ദൈവിക തിരുപാദപീഠത്തിൽ, എന്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ കർത്താവിനെ കാത്തിരിക്കുമ്പോൾ എനിക്ക് ചുറ്റും പലരും ഇടറി വീണേക്കാം. ബാല്യക്കാർ ക്ഷീണിച്ചു പോയേക്കാം, യൗവനക്കാർ ഇടറി വീണേക്കാം. പക്ഷേ ഒരിക്കലും യഹോവയെ കാത്തിരിക്കുന്നവൻ തളർന്നു പോകില്ല. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ മിണ്ടാതെ ഇരുന്ന്, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരുന്ന് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോകാതിരിക്കുക, പിറുപിറുത്ത് പട്ടുപോകാതിരിക്കുക. വെയിറ്റ് ആൻഡ് സീ ദ വർക്ക് ഓഫ് ദ ലോർഡ്.